എന്താ അച്ചോ? എന്നെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ മോന് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത്? ആനി ഏതായാലും കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഞാനോ? എന്തിന്? എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഈ ഡോക്ടർമാര് പറയുന്നത് അങ്ങനെ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അഡ്വൈസ് ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എന്നോട് തുറന്നു പറയണം. ഈ പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. എന്താച്ചോ? ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ആനിയുടെ ബ്ലഡിൽ ഈ വൈറ്റ് കോർപ്പസൽസിന്റെ കൗണ്ട് വളരെ കൂടുതലാണെന്നാ. അതിന് മരുന്ന് കഴിച്ചാൽ മാറില്ലേ? മരുന്ന് കഴിച്ചാൽ കുറച്ച് പഴകിപ്പോയതുകൊണ്ട് ചീത്തയാകുന്ന ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ്, ഈ ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന, അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലെന്നാ ഡോക്ടർ പറയുന്നത്. എന്റെ കർത്താവേ. ആനി, തളർന്നു പോകരുത്. മനസ്സിന്റെ ശക്തി ചോർന്നു പോകാൻ സമ്മതിക്കരുത്. ആയുസ് നീട്ടിക്കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടുന്ന് പോകുമ്പോഴേ എനിക്കൊരു ലക്ഷണപ്പശക തോന്നിയതാണ്. നീ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചായിരുന്നു മക്കളെ? ഞാൻ ആ വണ്ടി പോലും കണ്ടില്ല ചാച്ചാ. പിന്നെങ്ങനെയാ നമ്പർ ശ്രദ്ധിക്കുന്നത്? കള്ള കഴിവറാമോന്മാര്. എന്നാ ഒന്ന് നിർത്തി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് നോക്കുക. അവനെയൊക്കെ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ. ഞാനില്ലാത്തപ്പോ നീയല്ലേ ആനി കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ? ആനി, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഡേടാ, അതൊക്കെ ഇറങ്ങ. ഒരാഴ്ച നല്ലോണം ശ്രദ്ധിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എല്ലാം കരിഞ്ഞോടാ? ആ കരിഞ്ഞു. മോനു വേണോണ്ട, നീ എടുക്കണ്ട. ആരുമില്ല. ചാച്ചാ, ഞങ്ങളെയും കൂടെ ഒരു റൗണ്ട് കൊണ്ടുപോവോ? പിന്നെന്താ, വേറെ മക്കൾ വണ്ടിയത്. എന്താ, എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല. എന്തിനാ അമ്മ കരയുന്നേ? പേടിച്ച പോലെ ഒരു അപകടവും ഇല്ലാണ്ട് ടോണി തിരിച്ചു വന്നല്ലോ. അതിന്റെ സന്തോഷത്തിലാ. എല്ലാവർക്കും ഇത്തിരി കാപ്പി തിളപ്പിക്കാം. നീ ആ വിറയും കിട്.